മലപ്പുറം കൊണ്ടോട്ടിയിലേക്ക് പോയാലും സമാനമായൊരു ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് വന്നത്. കൊണ്ടോട്ടിയിലാണ് 4 വയസ്സുകാരന്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അനസ്തേഷ്യ നൽകിയതിൽ വൻ പിഴവാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക സൂചന. ഈ മാസം ആദ്യമാണ് അരിമ്പുറ സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ മരിച്ചത്. എന്റെ കുട്ടിക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഒരു പനിയോ വേറെന്തെങ്കിലും ഒരു അസുഖമോ ജലദോഷമോ ഒന്നും ഇല്ലാത്തൊരു കുട്ടിനെ കൊണ്ടുപോയതാവുമ്പോ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിക്ക് എതിരെയും പിന്നെ ഡോക്ടർമാർക്കെതിരെയും തക്കതായ നടപടി നമുക്ക് ആവശ്യമാണ്. ആവശ്യപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെയാണ്. അത് ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം അവരെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവര് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഡോക്ടർമാരാണെങ്കിലും മനുഷ്യന് വില കൽപ്പിക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ. അതാണ് അവരെ ഇതിന് മനസ്സിലാക്കണേ. ഇത്രയും ദിവസമായിട്ട് അവര് ഒന്ന് വന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടില്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താണ്ട് ഒരു ആശ്വാസം തരണ്ടേ, അതും കൂടി അവർ ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്നും വിവരങ്ങളുമായി. അനുമോദ്, ഒരു 4 വയസ്സുകാരന്റെ ജീവനെടുത്തത് ആശുപത്രിയുടെ അനാസ്ഥയാണ്, ചികിത്സാ പിഴവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്, അതിൽ സൂചനകളുണ്ട്. ഈ അനസ്തേഷ്യ നൽകിയതിലെ പിഴവ് തന്നെയാണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഈ വിഷയത്തിൽ പോലീസിനുൾപ്പെടെ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ നടപടി എങ്ങനെയാണ്? ഈ മാസം 1-ാം തീയതിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. 2-ാം തീയതിയാണ് കൃത്യമായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതായത് ഈ മുഹമ്മദ് ഷാസിൽ എന്ന കുട്ടിയുടെ അണ്ണാക്കിൽ കമ്പ് തട്ടി ഒരു മുറിവുണ്ടായാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അണ്ണാക്കിലെ ഈ ഒരു മുറിവിന് ശസ്ത്രക്രിയ വേണം, ഉള്ളിലിടണം, അനസ്തേഷ്യ നൽകണമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നു. അതുപ്രകാരമുള്ള നടപടികൾ തുടങ്ങുന്നു. അങ്ങനെ അനസ്തേഷ്യ നൽകി ശസ്ത്രക്രിയയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ കുട്ടിയെ പിന്നെ ജീവനോടെ കണ്ടിട്ടില്ല, അവിടെ വെച്ച് മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ അന്ന് തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ ഇതൊരു അനസ്തേഷ്യ നൽകിയ പിഴവാണ്, ചികിത്സാ പിഴവുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു, പരാതി ഉന്നയിച്ചിരുന്നു. എന്നാൽ കുട്ടി ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് എന്നൊരു വിശദീകരണം മാത്രമാണ് അന്ന് ആശുപത്രി അധികൃതർ ഉണ്ടായത്. ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ അനസ്തേഷ്യ നൽകിയതിലെ പിഴവ് കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത്. അത് 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. ഒന്ന്, ആമാശയത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സാധാരണ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് അനസ്തേഷ്യ നൽകുന്നതിന് മുൻപ് വയറ് ക്ലീൻ ചെയ്യേണ്ട നടപടിക്രമങ്ങളുണ്ട്. അതൊന്നും പൂർത്തിയാക്കിയിട്ടില്ല ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് മുൻപ് എന്നുള്ള വിവരമാണ് പോസ്റ്റ്മോർട്ടത്തിൽ ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മെഡിക്കൽ നെഗ്ലിജൻസ്, കൃത്യമായ ഒരു ചികിത്സാ പിഴവ് ആ ചികിത്സയുടെ കാര്യത്തിൽ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപം അത് യാഥാർത്ഥ്യമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മരണത്തിൻ്റെ കാരണം അനസ്തേഷ്യ നൽകിയതിൽ പിഴവാണെന്ന് പ്രധാനപ്പെട്ട കണ്ടെത്തലായിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നേരത്തെ കൊണ്ടോട്ടി CI ആയിരുന്നു അന്വേഷിച്ചത്. ഇപ്പോൾ കൊണ്ടോട്ടി DSP-ക്കാണ് അന്വേഷണ ചുമതല ഉള്ളത്. അദ്ദേഹം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരെയും ആശുപത്രിയിലെയും മറ്റ് ജീവനക്കാരെയും എല്ലാം ഒഴിവെടുക്കേണ്ടതുണ്ട്, മറ്റു നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന അത്തരത്തിലാണ് പോലീസിൻ്റെ ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതേസമയം കുടുംബം ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഇത് ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിന് വിടണം എന്നുള്ളതാണ്. പോലീസിൻ്റെ അന്വേഷണം പോരാ, ക്രൈംബ്രാഞ്ച് തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നൊരാവശ്യമാണ് ഈ കുടുംബം ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചികിത്സാ പിഴവാണെന്ന്. പക്ഷേ ഈ കുടുംബം തന്നെ പറയുന്നു ഈ മരണം സംഭവിച്ചപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടു, ഏകദേശം 2 ആഴ്ചയോളം ആകുന്നു. ഇതുവരെയും ആശുപത്രി അധികൃതർ യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല, ഒരു ആശ്വാസവാക്കുമായി തങ്ങളെ സമീപിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ അവരുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? സാധാരണഗതിയിൽ നമുക്കറിയാം ഈ തിരുവനന്തപുരത്തെ SK ആശുപത്രിയിൽ അവിടുത്തെ ചികിത്സാ പിഴവ് മൂലം ഒരു യുവാവ് മരിച്ച സംഭവം പുറത്തു വന്നത് കഴിഞ്ഞ രാത്രിയിലാണ്. വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു. അവിടെ പക്ഷേ ആശുപത്രി അധികൃതർ അവരെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടെയും ഈ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയും ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? അവരുടെ എന്തെങ്കിലും ഈ വിഷയത്തിൽ അവരുടെ ഒരു നിലപാട്, വിശദീകരണം പുറത്തു വന്നിട്ടുണ്ടോ?
ടോം, ഈ ഒരു കുട്ടി മരിച്ച സമയത്ത് ഹൃദയാഘാതമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു വിശദീകരണത്തിന് പിന്നാലെ മറ്റൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യം നമ്മളടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ഇവരുടെ പ്രതികരണം ആരാഞ്ഞു വിളിച്ചിരുന്നു. കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ്. അവർ പറയുന്നൊരു വിശദീകരണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് അവർക്ക് അറിയുകയില്ല, പോലീസ് അവരുമായി ബന്ധപ്പെട്ടിട്ടില്ല, മാധ്യമങ്ങളിൽ കണ്ടത് മാത്രമാണ് അറിവുള്ളത്, അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കട്ടെ, അതിനുശേഷം പോലീസിനോട് ഞങ്ങളെല്ലാം വിശദമാക്കിക്കൊള്ളാം എന്നുള്ള മറുപടിയാണ് അവരുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. മറ്റ് ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരാൻ അവർ തയ്യാറാകുന്നുമില്ല. അവർ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഒരു ചോദ്യങ്ങളോടും വിമർശനങ്ങളോടും പ്രതിരോധാത്മകമായിട്ട് തന്നെ നിലപാട് സ്വീകരിക്കുക എന്നൊരു നയമാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ളത്. ഇതൊക്കെ തന്നെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെയും അതിനു മുൻപ് ഈ കുടുംബം ഉന്നയിച്ച ആക്ഷേപങ്ങളെയൊക്കെ ശരിവയ്ക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ന്യായീകരിച്ചുകൊണ്ട് നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു നയം സ്വീകരിക്കുകയോ പരസ്യമായിട്ട് പ്രതിരോധിക്കുകയോ ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സമയം വരെയുമുള്ള നിലവിലെ സാഹചര്യം. ടോം. വ്യക്തമാണ്. CB അനുമതാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ചികിത്സാ പിഴവ് മൂലം 4 വയസ്സുള്ള കുട്ടിയുടെ മരണം സംഭവിച്ചത്. ഇത് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം.